أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ 70ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അതിരറ്റ് സ്നേഹിക്കാനും ബഹുമാനിക്കാനും അതുവഴി ഖുർആനിൻ്റെ പൊരുത്തവും ഖുർആനിൻ്റെ കാവലും ലഭിക്കാനും തദ്രീബ് സാധുക്കളായ നമ്മിൽ നിന്ന് ഒരു കാരണമായി ഖബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും തദ്രീബ് കേട്ടുകൊണ്ടിരിക്കുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ പറയുന്നത് പോലെ അതിൽ ഉസ്താദുമാരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ധാരാളം ആളുകളുണ്ട്. തദ്രീബ് ക്ലാസ് 1ഉം 2ഉം തവണ കേട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കേട്ടു പഠിക്കുന്ന ആളുകളുണ്ട്. തദ്രീബിൽ പറയുന്ന വിഷയങ്ങൾ, ക്ലാസ്സിൽ പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഒന്നാമത്തെ ബാച്ചിൽ 4ഉം 5ഉം ഡയറികളിലൊക്കെ കാര്യങ്ങൾ എഴുതി വച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അതുപോലെ ഇപ്രാവശ്യവും ധാരാളം ആളുകൾ എഴുതുന്നുണ്ട്. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിനെ മഹബ്ബത്ത് വെച്ച് ഖുർആൻ തെറ്റുകൂടാതെ അള്ളാഹുവേ എനിക്കൊന്ന് ഓതാൻ സാധിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ നിന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ സെക്കൻഡും, നമ്മളിതിനു വേണ്ടി എഴുതുന്ന ഓരോ അക്ഷരവും, ഉപയോഗപ്പെടുത്തുന്ന ഓരോ സെക്കൻഡും, സമയവും തീർച്ചയായും റബ്ബിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെ കൂട്ടത്തിലെ ഖനപ്പെട്ട, വളരെ വിലപ്പെട്ട ഒരു ഇബാദത്തായി അള്ളാഹു സ്വീകരിക്കുമെന്നത് യാതൊരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പൂർണ്ണമായ കൂലി, പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹ്, നമ്മളെല്ലാവരും ദുആ ചെയ്യണം. മാത്രമല്ല, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. റജബ് മാസം നമുക്കെല്ലാവർക്കും അറിയാം, വരാനിരിക്കുന്ന, അതായത് ശഅബാനും കഴിഞ്ഞ് വരാനിരിക്കുന്ന റമദാനിനെ സ്വാഗതം ചെയ്യാൻ തുടങ്ങുന്ന മാസമാണ്. റജബിൻ്റെ പിറ മാനത്ത് ദൃശ്യമായി എന്ന വിവരം കിട്ടിയപ്പോഴേക്ക് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന്. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ, റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ റമദാൻ ആകുമ്പോഴേക്ക് ഒരു വർഷം പൂർത്തിയാവുകയാണ്. റമദാനിലാണ് നമ്മൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ തൊട്ട് മുമ്പാണ് തുടങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ ക്ലാസ്സിൻ്റെ എണ്ണം കുറച്ച് സ്പീഡായിട്ടുണ്ട്. കാരണം റമദാനിൽ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വർഷത്തോളമായി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ബാച്ച്. ഇവിടെ വേറെയും ധാരാളം മാസങ്ങളുണ്ടല്ലോ. മുഹറം ഉണ്ടല്ലോ, സഫറുണ്ടല്ലോ, റബീഉൽ അവ്വൽ ഉണ്ടല്ലോ, പിന്നെയോ
ദുൽഖഅദയും അതുപോലെ ദുൽഹിജ്ജയും എല്ലാം ധാരാളം 12 മാസങ്ങളുണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും നമ്മൾ ആ മറ്റു 2 മാസങ്ങളുടെ പേര് പറഞ്ഞ് ആ മാസത്തിലും ഈ മാസത്തിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ പടച്ചവനെ, ഞങ്ങളെ ആ അടുത്ത മാസത്തേക്ക് മുഹറമിലേക്ക് അല്ലെങ്കിൽ സഫറിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? ഇല്ല. മറിച്ച് റജബ് വന്നാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ എന്ന് ദുആ ചെയ്യും. എന്തുകൊണ്ടാ? ഞാൻ റജബിൻ്റെയും ഷഅബാനിൻ്റെയും റമദാനിൻ്റെയും ഒന്നും മഹത്വം പറയല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ പ്രാർത്ഥനയുടെ അവസാനം എന്താണ്? വ ബല്ലിഗ്നാ റമദാൻ, റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ. എന്താണ് റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള കാരണം? റമദാൻ സയ്യിദു ശുഹൂറാണ്, പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ. അത്രയും മഹത്വമുള്ള ഒരു മാസം വേറെ ഇല്ല. അതുകൊണ്ട് വരാനിരിക്കുന്നു പടച്ചവനെ, 2 മാസം കഴിഞ്ഞാൽ റമദാൻ, ആ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ, റമദാനിൽ ഞങ്ങൾക്ക് തരണേ. അതിനു മുമ്പ് നീ ഞങ്ങളെ മൗത്താക്കല്ലേ പടച്ചവനെ. കാരണം റമദാനിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യാനുണ്ട്. വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വ തിലാവത്തിൽ ഖുർആൻ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ 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 എന്ന് ദുആ ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് റമദാനിലേക്ക് എത്തിക്കണേ എന്ന് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം? റമദാനിൻ്റെ മഹത്വം അത്ര വലുതായതുകൊണ്ടാണ്. എന്താണ് റമദാനിൻ്റെ മഹത്വം? സുബ്ഹാനല്ലാഹ്, ധാരാളം കിതാബുകളിൽ ധാരാളം കാണാം. നേരത്തെ നമ്മൾ പറഞ്ഞതുമാണ് അല്ലേ, സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ ഓപ്പണാണ് റമദാനിൽ, നരകത്തിൻ്റെ വാതിലുകളൊക്കെ അടച്ചിട്ടിട്ടുണ്ടാവും. ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? റമദാൻ അയാൾക്ക് ഏറ്റവും നല്ല സാധ്യതകളും ചാൻസുകളാണ് തരുന്നത്. ഇങ്ങനെ തുടങ്ങി ധാരാളം സംഗതികൾ റമദാനിലെ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയ മാസമാണ് റമദാൻ എന്നതാ കാരണം അല്ലേ. പരിശുദ്ധ ഖുർആനിൽ നസ്സല്ലേ, വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ പഠനം, അത് റമദാനിലേക്ക് രണ്ടാമത്തെ ബാച്ചിൽ 2ാമത്തെ റമദാനിലേക്ക് നമ്മൾ എത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കോഴ്സ് പൂർണ്ണമായും വളരെ മനോഹരമായി സന്തോഷത്തോടു കൂടി പൂർത്തിയാക്കാൻ, അങ്ങനെ നമുക്ക് വലിയ നമ്മുടെ സാദാത്യങ്ങളുടെ ഉസ്താദുമാരുടെ ഖത്മുൽ ഖുർആൻ ദുആ മജ്ലിസിൽ പങ്കെടുക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പരീക്ഷ എഴുതിയ ആളുകളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് സർട്ടിഫിക്കറ്റ് കിട്ടും. വരാനിരിക്കുന്ന ടെസ്റ്റ് പരീക്ഷകളും ജസ്റ്റ് എഴുതിയാൽ മതി, സർട്ടിഫിക്കറ്റ് കിട്ടും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ക്ലാസ് കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ എല്ലാ പ്രതിഫലവും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാവരും ഭാഗവാക്കാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, റമദാൻ വരുന്നു എന്ന ആ കാരണം കൊണ്ടാണ്, റമദാനിന് ഇങ്ങനെയുള്ള മഹത്വമുണ്ട് എന്നതുകൊണ്ടാണ് ഇതാ റജബ് മുതൽ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ എല്ലാവരും ദുആ ചെയ്യലില്ലേ? ചിലർ നിസ്കാരത്തിന് ശേഷം മാത്രമാണോ ദുആ ചെയ്യുന്നത്? അല്ല, നമ്മുടെ മറ്റു ദുആകളിലൊക്കെ ആ വേർഡ് നമുക്ക് ചേർക്കാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ റജബുൻ ഷഹ്റുല്ലാഹ്, റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണെന്നാണ്. ബാക്കിയുള്ള മാസമൊന്നും അള്ളാഹുവിൻ്റേതല്ല, അതൊന്നും നിശ്ചയിച്ചതും നിർണയിച്ചതും ഒന്നും അതിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം തരുന്നതൊന്നും അള്ളാഹു അല്ല എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് റജബിൽ അതിൽ വല്ലാത്ത വണ്ണമേറിയ പ്രതിഫലം അല്ലേ. നോമ്പിനെ പറ്റി പറഞ്ഞത് ആ സ്ഥലത്ത് കാണാം. അള്ളാഹു പറയുന്നുണ്ട്, അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് മനുഷ്യൻ നോൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ് സത്യത്തിൽ നോമ്പ് നോൽക്കുന്നത്, അതുകൊണ്ട് നോമ്പുകാരന് പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതിൻ്റെ ആശയമൊക്കെ എല്ലാവർക്കും അറിയാലോ. ബാക്കിയുള്ളതിനൊക്കെ പ്രതിഫലം വേറെ ആൾ കൊടുത്തിട്ടല്ലല്ലോ. അത്രയും ഇഷ്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നോമ്പുകാരനെ എന്ന് പറഞ്ഞതുപോലെ റജബിന് വിശാലമായ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രമാത്രം ഇഷ്ടപ്പെട്ട മാസമാണ്. ആ മാസത്തിൽ നമ്മൾ അഅ്മാലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ധാരാളം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇതാ റജബ് വരുന്നു മിഅ്റാജ് അല്ലേ. മിഅ്റാജ് എന്താ? മിഅ്റാജ് നമുക്കൊക്കെ അറിയാം. ഇസ്രാഉം മിഅ്റാജും
നമ്മൾ ഒരുമിച്ചാണ് പറയാനുള്ളത് ഇസ്രാഉം മിഅ്റാജും. ഇസ്രാ എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന്, അതായത് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അന്ന് പോയില്ലേ, ആ പോക്കിൻ്റെ പേരാണ് ഇസ്രാ. അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് പോയില്ലേ, അതിൻ്റെ പേരാണ് മിഅ്റാജ്. ചുരുക്കത്തിൽ ആ മിഅ്റാജും അതുപോലെ ഇസ്രാഉം ഒക്കെ വലിയ സംഭവമായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ച, തങ്ങളിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ച ആ വലിയ സമ്മാനമാണ് 5 വഖത്ത് ഫർള് നിസ്കാരം. ആ നിസ്കാരമൊക്കെ നമ്മൾ മുടങ്ങാതെ നിർവഹിക്കുന്നവരാണ്. ഒരു നിസ്കാരവും സമയം തെറ്റി നിസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവരുത്. നിസ്കാരം ഒഴിവാക്കരുത് എന്ന് പറയേണ്ട ആവശ്യമല്ല ഈ ശബ്ദം കേൾക്കുന്ന ആളുകളോട്. ഒരു കാരണവശാലും നിസ്കാരത്തിൻ്റെ സമയം തെറ്റിപ്പോവരുത്. ഖളാ എന്ന് നമ്മൾ പറയുന്നൊരു പദമുണ്ട്, ഖളാ. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. ഖളാ ആവുന്ന ഒരു അവസ്ഥ വരരുത്. അത് നമ്മൾ കല്യാണത്തിന് പോയാലും, അത് നമ്മൾ ടൗണിലേക്ക് പോയാലും, അത് നമ്മൾ എങ്ങോട്ട് പോയാലും നിസ്കാരം അതിൻ്റെ വഖത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കണം. അത് മുടങ്ങാൻ പാടില്ല, അല്ലേ? മാഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിലെ ദുആകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയണം. നമ്മൾ ഈ കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. റജബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുത്തതിനെ വെറുക്കുക. ഇതാണല്ലോ ദീനിൻ്റെ അടിസ്ഥാനം. അപ്പോൾ റജബുൻ ഷഹ്റുല്ലാഹ് എന്ന് പറഞ്ഞ ഈ മാസത്തെ നമ്മളൊക്കെ ബഹുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടയാളങ്ങളെ, അവൻ്റെ ഷിആറുകളെ ബഹുമാനിക്കുന്നവരിൽ സാധുക്കളായി നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അഅറാഫ് 127 ആയത്ത് മുതൽ കുറച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك قال سنقتل أبناءهم ونستحيي نساءهم وإنا فوقهم قاهرون. قال موسى لقومه استعينوا بالله واصبروا إن الأرض لله يورثها من يشاء من عباده والعاقبة للمتقين اللهم اجعلنا من المتقين. قالوا أوذينا من قبل أن تأتينا ومن بعد ما جئتنا قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون. ولقد أخذنا آل فرعون بالسنين ونقص من الثمرات لعلهم يذكرون. നോക്കല്ലേ, നോക്കിയേ. وقال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك. ശ്രദ്ധിക്കാനുള്ളത് وقال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض. ലിയുഫ്സിദു ഫിൽ അർദ് എന്ന് ആകുന്നത് ശ്രദ്ധിക്കുക. വയദറക വആലിഹതക ഖാല സനുഖത്തിലു അബ്നാഅഹും വനസ്തഹ്യീ നിസാഅഹും. ഓക്കേ, ഖാല സനുഖത്തിലു അബ്നാഅഹും വനസ്തഹ്യീ നിസാഅഹും. വനസ്തഹീ എന്നൊക്കെ ഓതുമ്പോഴേ എന്ത് വേണം? ഓക്കെ, നസ്തഹ്
ശ്രദ്ധിക്കണം. وَإِنَّا فَوْقَهُمْ قَاهِرُونَ ട്ടോ. قَالَ مُوسَى لِقَوْمِهِ اسْتَعِينُوا بِاللَّهِ وَاصْبِرُوا. ഓക്കെ, قَالَ مُوسَى لِقَوْمِهِ اسْتَعِينُوا بِاللَّهِ وَاصْبِرُوا. എൻ്റെ കൂടെ ഒന്ന് ഓതും എല്ലാവരും സ്ക്രീനിൽ ശരിക്കും നോക്കിയേ, മുസ്ഹഫുള്ളവർ മുസ്ഹഫിലേക്ക്. قال موسى لقومه استعينوا بالله واصبروا. ഓതിയോ? ഓതിയപ്പോൾ വസ്ബിറു എന്ന് പറഞ്ഞ് നിർത്തിയപ്പോൾ കുറച്ചാളുകൾക്ക് വസ്ബിറൂ എന്ന് ഹാവ് വന്നില്ലേ? വന്നോ? വരാൻ പാടില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചോദിക്കേ ഒരുമിച്ച്. قال موسى لقومه استعينوا بالله واصبروا. വന്നില്ല. ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി. ഇന്നൽ അർള അല്ല, ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. قالوا أوذينا من قبل أن تأتينا ومن بعد ما جئتنا. أوكي، قالوا أوذينا من قبل أن تأتينا ومن بعد ما جئتنا ومن بعد ما جئتنا. قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض. എങ്ങനെ? قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون. فينظر كيف تعملون. ولقد أخذنا آل فرعون بالسنين ونقص من الثمرات. يعني ولقد أخذنا آل فرعون بالسنين ونقص من الثمرات لعلهم يذكرون. ونقص من الثمرات لعلهم يذكرون. يعني باقي. فإذا جاءتهم الحسنة قالوا لنا هذه وإن تصبهم سيئة يطيروا بموسى ومن معه ألا إنما طائرهم عند الله ولكن أكثرهم لا يعلمون. وقالوا مهما تأتنا به من آية لتسحرنا بها فما نحن لك بمؤمنين. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. ولما وقع عليهم الرجز قالوا يا موسى ادع لنا ربك بما عهد عندك لئن كشفت عنا الرجز لنؤمنن لك ولنرسلن معك بني إسرائيل. فلما كشفنا عنهم الرجز إلى أجل هم بالغوه إذا هم ينكثون.
فانتقمنا منهم فأغرقناهم في اليم بأنهم كذبوا بآياتنا وكانوا عنها غافلين. Okay. فإذا جاءتهم الحسنة قالوا لنا هذه. فإذا جاءتهم مد متصل مركز الحسنة قالوا لنا هذه وإن تصبهم سيئة يطيروا بموسى ومن معه وإن تصبهم سيئة يطيروا بموسى ومن معه ألا إنما طائرهم عند الله. يعني ألا إنما طائرهم عند الله. طائر എന്ന അവിടെയുള്ള മദ് ولكن أكثرهم لا يعلمون. ولكن أكثرهم لا يعلمون. وقالوا مهما تأتنا به من آية لتسحرنا بها فما نحن لك بمؤمنين. ഒരുമിച്ച് എല്ലാവർക്കും കൂടെ കേട്ടോ, ഒരുമിച്ചാവണേ. وقالوا مهما تأتنا به من آية. ആരാണ് അവിടെ മഹ്മ കഴിഞ്ഞ് തഅ്തീന എന്ന് തീ നീട്ടിയത്? അവിടെ തീ ഇല്ലട്ടോ, ഉണ്ട്, കുറച്ചാളുകൾ നീട്ടിയിട്ടുണ്ട്. മഹ്മാ തഅ്തീന എന്ന് ശരിക്കും നോക്കിയേ, യാളുണ്ടോ? നിങ്ങളുടെ മുസ്ഹഫിലുണ്ടോ? ഒന്നുകൂടെ. وقالوا مهما تأتنا به من آية لتسحرنا بها فما نحن لك بمؤمنين. اوكي. فأرسلنا عليهم الطوفان والجراد والقمل والضفادع. الله. ഈ ബനു ഇസ്രായീൽ എന്ന് പറയുന്ന ആ ടീമുണ്ടല്ലോ, ശരിക്ക് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പേരാണ് ഇസ്രായീൽ എന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സന്താന പരമ്പരയ്ക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് ബനു ഇസ്രായീൽ. വലിയ വലിയ അള്ളാഹുവിനെ ധിക്കരിച്ച, പറയണ്ട അതിനു മാത്രം അങ്ങനെയുള്ളൊരു ടീമായിരുന്നു അവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. ഒരു പരീക്ഷണത്തിൽ നിന്നും ഒരു പാഠം പഠിക്കൂല എന്നുള്ളതാണ് അല്ലാഹ്. അപ്പോൾ അവരെ പല നിലക്കും ശിക്ഷിച്ചു. തൂഫാൻ, ജറാദ്, ഖുമ്മൽ, ളഫാദിഅ, ദം. ഇതൊക്കെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പരീക്ഷണമാണ്. തവളകൾ, പേനുകൾ, ജറാദ്, തൂഫാൻ, വെള്ളപ്പൊക്കം, അല്ലേ, രക്തം, ഇതൊക്കെ കൊണ്ട് പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തഫ്സീറിലൊക്കെ നോക്കിയാൽ കാണാം. സുബ്ഹാനല്ലാഹ്, അവരുപയോഗിക്കാൻ എടുക്കുന്ന വെള്ളം മുഴുവൻ രക്തമാവുക. പുറമേ പാത്രത്തിലോ മറ്റോ കാണുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, അത് എടുക്കാനോ കുടിക്കാനോ വായിലേക്ക് വരുമ്പോഴേക്ക് അത് രക്തമായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ, അല്ലാഹു തആലക്ക് അതും അതിലപ്പുറം കഴിയുമല്ലോ. അങ്ങനെ, കാരണം അതിനു മാത്രം ധിക്കാരം. സുബ്ഹാനല്ലാഹ്. അതുപോലെ തവളകളെ കൊണ്ട് തിരിയാനും മറിയാനും നടക്കാനും ഇരിക്കാനും ഒന്നിനും കഴിയാത്ത വിധം. യാ അല്ലാഹ്, വലിയ ചരിത്രമാണ്. ഓക്കെ, നമുക്കതിൻ്റെ പാരായണം നോക്കാം. فأرسلنا عليهم الطوفان والجراد والقمل شد الميم ندا والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. ഇതൊക്കെ കൊടുത്തിട്ടും അവരെന്തായില്ല, പഠിച്ചില്ല എന്ന് മാത്രമല്ല, അവർ അഹങ്കാരം, കുറ്റവാളികളായി, ധിക്കാരികളായി, അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരായി. ولما وقع عليهم الرجز قالوا يا موسى ادع لنا ربك بما عهد عندك
ലഇൻ കശഫ്ത അന്നർ-റിജ്സ ലനുഅ്മിനന്ന ലക വലനുർസിലന്ന മഅക ബനീ ഇസ്രായീൽ. വലിയ പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ പൊറുതി മുട്ടുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കിലേക്ക് ചെല്ലും. സഹി കെട്ടിട്ട് അവസാന കള്ളി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, മൂസാ നബിയെ സോറി നിങ്ങളും അള്ളാഹുവും അങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്ഥാനമുണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ പ്ലീസ് ഞങ്ങൾ എത്തിപ്പെട്ട ഈ കഷ്ടപ്പാടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളെ കൂടെ കൂടും, ഉറപ്പായിട്ടും ഞങ്ങൾ ഈമാൻ പുൽകും, ഉറപ്പായിട്ടും എന്നൊക്കെ പറഞ്ഞ് അവർ. അപ്പോൾ സ്വാഭാവികമായും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ ആ പാവവും ദയനീയതയൊക്കെ കാണുമ്പോൾ അള്ളാഹുവേ അവരെ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കും, പഠിച്ചവനെ ദുആർക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? എല്ലാവരും ആ ആപത്തിൽ നിന്ന് വിപത്തിൽ നിന്ന് രക്ഷ നേടിയത് നേരെ തിരിച്ച് പിന്നെയും ഒരിക്കലും പാഠം പഠിക്കാത്ത ഒരു ടീമായി മാറി. ഫലമ്മാ കശഫ്നാ അൻഹുമുർ-റിജ്സ ഇലാ അജലിൻ ഹും ബാലിഗൂഹ് ഇദാ ഹും യൻകുസൂൻ. ഉണ്ടോ? യങ്കു പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണേ, യങ്കുസൂനാകരുതേ, ഫന്തഖംന ആവരുതേ, മിൻഹും ഫഅഗ്റഖ്നാഹും ഫിൽ യം ബിഅന്നഹും കദ്ദബൂ ബിആയാതിനാ വകാനൂ അൻഹാ ഗാഫിലീൻ. അവസാനം നമുക്കറിയാലോ അല്ലേ, ഫിർഔനെയും ആ ടീമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് ചെങ്കടലിൽ മുക്കിയിട്ട് നശിപ്പിച്ചു. അങ്ങനെയാണ് ആ അധ്യായം അവിടെ ക്ലോസ് ആവുന്നത്. കുറച്ചുകൂടെ ഓതാം. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعرشون وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون إن هؤلاء متبر ما هم فيه وباطل ما كانوا يعملون قال أغير الله أبغيكم إلها وهو فضلكم على العالمين وإذ أنجيناكم من آل فرعون يسومونكم سوء العذاب يقتلون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم صدق الله العظيم. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعرشون. ودمرنا إلى ميمൻ്റെ ശബ്ദും ഉന്നത്തും പോവരുതേ. ما كان يصنع فرعون وقومه وما كانوا يعرشون. പിന്നെയോ وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون. അടുത്ത ആയത് നോക്കി. ഇന്ന ഹഉലാഇ. പിന്നെന്താ? എങ്ങനെ? മാഷാ അല്ലാഹ് നോക്കിയേ, ഈ സ്ഥലം
പലർക്കും തെറ്റുവരാൻ നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. തജ്വീദ് അനുസരിച്ച് നന്നായി ഓതുന്ന ആളുകൾ പോലും ചിലപ്പോൾ തെറ്റിച്ച് ഓതാൻ സാധ്യതയുള്ള ഒരു സ്ഥലം. എങ്ങനെയാണ് തെറ്റിച്ച് വരിക? ഇപ്പോൾ 2-3 ആളുകൾ ഓതിയിട്ടുണ്ടാവും മുതബറുമ്മാഹും എന്നെ അങ്ങനെ മതിയോ ആരെങ്കിലും? മുതബറുമ്മാഹും റായിന് ശ്രദ്ധ കൊടുത്ത് ഇല്ല. വേണ്ടത് എന്താ അറിയോ? എന്താണ്? മുതബറുമ്മാഹും ബായിനാണ് ശ്രദ്ധ, റായിന് ശ്രദ്ധയില്ല. എങ്ങനെയാ? ഇന്ന ഹൗലാഇ മുതബ്ബറും മാ ഹും ഫീഹി വബാതിൽ മാ കാനൂ യഅമലൂൻ. പലപ്പോഴും തെറ്റുവരും അവിടെ. മുതബ്ബറും മാ ഹും എന്ന് ഓതുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. قال أغير الله أبغيكم إلها وهو فضلكم على العالمين وهو فضلكم على العالمين على العالمين العالمين لا 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 إلا وإذ أنجيناكم من آل فرعون يسومونكم سوء العذاب يسومونكم سوء العذاب يقتلون أبناءكم ويستحيون نساءكم ويستحيون എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹാവും യാവും ഒക്കെ وفي ذلكم بلاء من ربكم عظيم وفي ذلكم بلاء من ربكم عظيم صدق الله العظيم وصدق وبلغ رسوله النبي الكريم وأنا على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അല്ലാഹുവേ ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, പരിശുദ്ധ ഖുർആനിൻ്റെ ഈ എളിയ ഖിദ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇബാദത്തായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞങ്ങളുള്ളത്. വരാനിരിക്കുന്ന റമദാനിനെ ഇപ്പോൾ തന്നെ അനൗൺസ്മെൻ്റ് ആരംഭിച്ചു. ഉബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ ബല്ലിഗ്നാ റമദാൻ എന്ന്. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നീ ഏറ്റി തരണേ അല്ലാഹ്. വരാനിരിക്കുന്ന റമദാൻ, ആ റമദാനിനെ സ്വീകരിക്കാൻ, സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഖിദ്മയിൽ ഞങ്ങൾക്കൊരുപാട് തൗഫീഖും ഞങ്ങൾക്കൊരുപാട് അവസരങ്ങളും അതൊക്കെ ആളുകൾക്ക് നന്നായി ഉപകാരപ്പെടാനുള്ള സൗഭാഗ്യവും അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. തദ്രീബ് ക്ലാസ്സിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങൾ ധാരാളമുണ്ട്. പഠിച്ചവനെ, നാഫിയായ ഇൽമ് ലഭിക്കുന്ന മുതഅല്ലിമീങ്ങളിൽ അവരെയും ഞങ്ങളെയും എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് ഉസ്താദുമാരുണ്ട്, സാധാരണക്കാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്തും നിഅമത്തും ബറക്കത്തും റഹ്മത്തും ഒക്കെ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാ സമയത്തും ശുദ്ധ ഖുർആനിൻ്റെ ശിഫയും കാവലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കൂട്ടുകുടുംബങ്ങളോടൊപ്പം ഞങ്ങളെ ഈ തദ്രീബ് കുടുംബത്തിലെ എല്ലാവരെയും, അവരുടെയൊക്കെ കൂട്ടുകുടുംബങ്ങൾ, ഇഷ്ടജനങ്ങൾ, ഉസ്താദുമാരോടൊപ്പം നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك
عليك يا حبيب الله